പ്രിയോട്ടികളെ ഡിറ്റർമിനൻസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ പ്രോപ്പർട്ടീസും ഞാൻ പറഞ്ഞു തന്നതാണ്. പിന്നെ കണ്ടീഷൻ ഫോർ കൺസിസ്റ്റൻസിയും പറഞ്ഞു തന്നതാണ്. ഈ രണ്ട് ടൈപ്പ് പ്രോബ്ലംസാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാനുള്ളത്. എപ്പോഴാണ് ഡിറ്റർമിൻ്റെ വില 0 വരുന്നത്? ഒന്നുകിൽ ഏതെങ്കിലും ഒരു റോയിലെ അല്ലെങ്കിലും ഒരു കോളത്തിലെ എല്ലാ എലമെൻറ്റ്സ് 0 വന്നാൽ ആ ഡിറ്റർമിൻ്റെ വില ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് 0 എന്ന് പറയാം. ഇനി രണ്ടാമത്തെ സമയം രണ്ട് റോ പരസ്പരം ഈക്വൽ അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ വരിക, അല്ലെങ്കിൽ രണ്ട് കോളംസ് ഈക്വൽ അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ വരിക, അന്നേരവും ഡിറ്റർമിൻ്റെ വില 0 ആണ്. മൂന്നാമത്തെ സമയം ഏതെങ്കിലും രണ്ട് റോ പ്രൊപ്പോർഷണൽ വരിക, അല്ലെങ്കിൽ രണ്ട് കോളം പ്രൊപ്പോർഷണൽ വരിക. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയെ മൊത്തത്തിൽ 3 കൊണ്ട് ഗുണിച്ചതാണ്, എല്ലാ എലമെൻറ്റ്സിനെയും 3 കൊണ്ട് ഗുണിച്ചാണ്. സെക്കൻഡ് റോ എങ്കിൽ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും പ്രൊപ്പോർഷനാണെന്ന് പറയാം. 3 കൊണ്ട് ഗുണിക്കുന്ന പോലെ 3 കൊണ്ട് ഹരിച്ചതാണെങ്കിലും പ്രൊപ്പോർഷൻ എന്ന് പറയാൻ പറ്റും. ഈ 3 സമയത്താണ് ഡിറ്റർമിൻ്റെ വില 0 വരുന്നത്. ഇനി ഡിറ്റർമിൻ്റെ വിലയ്ക്ക് മാറ്റമില്ലാതെ വരുന്നത് എപ്പോഴാണ്? ഡിറ്റർമിൻ്റെ ഓഫ് എയും ഡിറ്റർമിൻ്റെ ഓഫ് എ ഡാഷും സെയിം ആണ്. ഡിറ്റർമിൻ്റെ ഓഫ് എയും ഡിറ്റർമിൻ്റെ ഓഫ് എ ഡാഷും സെയിം ആണ്. അതായത് എ എന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിൻറ്റും ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എ ഡാഷിൻ്റെ ഡിറ്റർമിൻറ്റും സെയിം ആണ്. പിന്നെ പുതിയ RI പ്ലസ് KRJ ഓർ പുതിയ CI പ്ലസ് KCJ ഇങ്ങനത്തെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മളൊരു സ്റ്റെപ്പ് എഴുതി പഴയ ഡിറ്റർമിൻറ്റ് പുതിയ ഡിറ്റർമിൻ്റായിട്ട് മാറി ഇരുന്നെങ്കിലും പഴയ ഡിറ്റർമിൻ്റെ വിലയും പുതിയ ഡിറ്റർമിൻ്റെ വിലയും സെയിം ആണ്. പിന്നെ ഡിറ്റർമിൻ്റെ വില സൈൻ മാത്രം ഓപ്പോസിറ്റ് സൈനിലേക്ക് മാറുന്ന എപ്പോഴാണ്? RIയും RJയും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴോ CAയും CJയും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴോ ഈ ഡിറ്റർമിൻ്റെ വില ചിഹ്നം മാറിപ്പോകുന്നു. പഴയ ഡിറ്റർമിൻറ്റ് 15 ആണെങ്കിൽ ഈ ഓപ്പറേഷൻ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ കിട്ടുന്ന പുതിയ ഡിറ്റർമിൻ്റെ വില ചെയ്ത് നോക്കിയാൽ -15 ആയിരിക്കും. ദ വാല്യൂ ഓഫ് എ ഡിറ്റർമിൻറ്റ് ഗെറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ K. ഒരു ഡിറ്റർമിൻറ്റിൽ ഒരു കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കണമെങ്കിൽ ഏതെങ്കിലും റോയിലെ എല്ലാ എലമെൻറ്റ്സിലും അതുണ്ടായാൽ മതി, പുറത്തെടുക്കാം. വേറെ റോയിലെ വേറൊരു എലമെൻറ്റ് എല്ലാ എലമെൻറ്റ്സിലും ഉണ്ടെങ്കിൽ അതും കൂടി പുറത്തെടുക്കാം. അല്ലാതെ മെട്രിക്സിനെ സംബന്ധിച്ച് 9 എലമെൻറ്റ്സ് ഉള്ളൊരു മെട്രിക്സ് ആണെങ്കിൽ 9 എലമെൻറ്റ്സിലും ആ കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ഡിറ്റർമിൻറ്റിൽ അങ്ങനെയില്ല. റോയിൽ നിന്ന് പുറത്തെടുക്കുന്ന സമയത്ത് കോളത്തിൽ ഉണ്ടെന്നും പറഞ്ഞ് പുറത്തെടുക്കാൻ പോയേക്കരുത്. കാരണം ഒരു ഫസ്റ്റ് റോയിൽ വരുന്ന എലമെൻറ്റ്സ് 3 കോളത്തിലും കയറി വരുന്ന എലമെൻറ്റ്സാണ്. അപ്പോൾ റോയിൽ നിന്ന് കോമൺ ആയിട്ടുള്ള കാര്യം പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരിക്കലും കോളത്തിൽ നിന്നും എടുക്കാൻ പാടില്ല. ഫസ്റ്റ് റോയിൽ നിന്ന് എടുക്കാനുണ്ടെങ്കിൽ അതെടുക്കാം, ഒപ്പം തന്നെ സെക്കൻഡ് റോയിൽ നിന്ന് എടുക്കാനുണ്ടെങ്കിൽ അതെടുക്കാം, ഒപ്പം തന്നെ തേർഡ് റോയിൽ നിന്ന് എടുക്കാനുണ്ടെങ്കിൽ അതും എടുക്കാം. പക്ഷേ റോ വെച്ച് ചെയ്യുന്ന സമയത്ത് കോളത്തിൽ നോക്കാൻ പാടില്ല, കോളം വെച്ച് നോക്കുന്ന സമയത്ത് റോയിൽ നോക്കാനും പാടില്ല. കാരണം ഈ കോളത്തിൽ വരുന്ന കാര്യങ്ങൾ വേറൊരു റോയിലും വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഒരു ഡിറ്റർമിനെ പല ഡിറ്റർമിൻ്റെ സമ്മായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ LHS കിടക്കുന്ന ഡിറ്റർമിൻ്റെ ഫസ്റ്റ് റോയ ഇങ്ങനെ സമ്മായിട്ട് കിടക്കുന്നതായതുകൊണ്ട് അതിങ്ങനെ 2 ഡിറ്റർമിൻ്റെ സമ്മായിട്ട് എടുക്കും. അതുപോലെ ഈ സെക്കൻഡ് റോയും തേർഡ് റോയും ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ, പക്ഷേ സമ്മായിട്ട് കിടക്കുന്ന റോയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് മാത്രം. ഇവിടെ ഒരു പ്ലസ് D1 പ്ലസ് D2 പ്ലസ് D3 ഒരു ഡിറ്റർമിൻറ്റും കൂടെ വരും. പ്ലസ് ഡിറ്റർമിനൻ്റ് D1 D2 D3 ഫസ്റ്റ് റോ ആയിട്ടും B1 B2 B3 സെക്കൻഡ് റോ ആയിട്ടും C1 C2 C3 തേർഡ് റോ ആയിട്ടും. കണ്ടീഷൻസ് ഫോർ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ്റെ ഒരു മെട്രിക്സ് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കൺസിസ്റ്റൻ്റ് ആണോ അല്ലയോ എന്ന് നോക്കാൻ ഡിറ്റർമിൻറ്റ് ഓഫ് എ ചെയ്ത് നോക്കിയാൽ മതി. അത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ യൂണിക് സൊല്യൂഷൻ അവിടെയുണ്ട്, സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്. ഇനി ഡിറ്റർമിൻറ്റ് ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇൻകൺസിസ്റ്റൻ്റ്, ചിലപ്പോൾ കൺസിസ്റ്റൻ്റ് ഓർ ഇൻകൺസിസ്റ്റൻ്റ് എന്ന് രണ്ടായിട്ട് ആൻസർ തിരിഞ്ഞു പോകും ഡിറ്റർമിൻറ്റ് ഓഫ് എ 0 വന്നാൽ. അപ്പോൾ അഡ്ജെ ഇൻറ്റു ബി ചെയ്ത് നോക്കണം. അത് നോട്ട് ഈക്വൽ ടു 0 മെട്രിക്സ് ആണെങ്കിൽ നോ സൊല്യൂഷൻ വരുമ്പോഴാണ് ഇൻകൺസിസ്റ്റൻ്റ് സിസ്റ്റം. അഡ്ജെ ഇൻറ്റു ബി ചെയ്യുമ്പോൾ 0 മെട്രിക്സ് ആണ് വരുന്നതെങ്കിൽ മെയർ മേ ഹാവ് സൊല്യൂഷൻ. അപ്പോൾ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻ്റ് ഓർ ഇൻകൺസിസ്റ്റൻ്റ്. ഈ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, പ്രൂവ് ദാറ്റ് ഡിറ്റർമിനൻറ്റ് A മൈനസ് B മൈനസ് C 2A 2A 2B B മൈനസ് C മൈനസ് A 2B 2C 2C C മൈനസ് A മൈനസ് B ഈക്വൽ ടു A പ്ലസ് B പ്ലസ് C ഹോൾ ക്യൂബ്. ഇങ്ങനെയൊരു ഡിറ്റർമിനൻറ്റിൻ്റെ വില ഇതാണെന്ന് തെളിയിക്കാനൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് ഈ വിലയിലേക്ക് എത്തുക അല്ല, പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ചെയ്യുവാണ്. നമ്മൾ നേരത്തെ ഇച്ചിരി മുമ്പ് പറഞ്ഞ പ്രോപ്പർട്ടീസിൽ ഏതെങ്കിലും ഉപയോഗിച്ചാണ് ഈ കണക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിറ്റർമിനൻറ്റ് എടുത്തെഴുതാം. ഇതാണ് ആ ഡിറ്റർമിനൻറ്റ് എടുത്തെഴുതിയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ,
ഈ എ മൈനസ് ബി മൈനസ് സിയും 2ബിയും 2സിയും കൂട്ടിക്കഴിഞ്ഞാൽ എന്നാ കിട്ടും? ഇങ്ങനെ മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി കിട്ടും. അത് അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിയെങ്കിൽ ഇത് തമ്മിലും കൂട്ടണം. ഇവിടെയും കിട്ടുന്നില്ലേ എ പ്ലസ് ബി പ്ലസ് സി? അതുപോലെ ഇവ തമ്മിലും കൂട്ടണം. അന്നേരവും കിട്ടുന്നില്ലേ എ പ്ലസ് ബി പ്ലസ് സി? അപ്പോൾ ഇങ്ങനെയും കൂട്ടുന്നു, അപ്പോൾ ഇവിടെയും കൂട്ടുന്നു, ഇവിടെയും കൂട്ടുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇത് തമ്മിലാണ് കൂട്ടുന്നത്. ഇതെവിടുത്തെ ഫസ്റ്റ്, ഇതെവിടുത്തെ ഫസ്റ്റ്, ഇതെവിടുത്തെ ഫസ്റ്റ്, അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇതെവിടുത്തെ ഫസ്റ്റ്, ഇതെവിടുത്തെ ഫസ്റ്റ്, ഇതെവിടുത്തെ ഫസ്റ്റ്, ഇത് R1 ഫസ്റ്റ്, ഇത് R2 ഫസ്റ്റ്, ഇത് R3 ഫസ്റ്റ്. അപ്പോൾ R1 ഫസ്റ്റും R2 ഫസ്റ്റും R3 ഫസ്റ്റും കൂടെ കൂട്ടി വയ്ക്കുന്നു. R1 + R2 + R3. അപ്പോൾ ഇപ്പുറത്ത് എഴുതേണ്ടത് R1 ആണ്. ഇവിടെ വരുന്നത് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. പുതിയ R1 + R2 + R3. അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്താൽ എ പ്ലസ് ബി പ്ലസ് സി അവിടെ വരുന്നുണ്ടെന്നും നമ്മുടെ ആൻസർ ഇല്ലാതാണെന്നും ഏകദേശം പിടുത്തം കിട്ടി. അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട ഓപ്പറേഷൻ പുതിയ R1 + R2 + R3. അപ്പോൾ നമുക്ക് പുതിയ R1 ഉണ്ടാകുന്നു. R1 + R2 + R3 ചെയ്തത് നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും എ പ്ലസ് ബി പ്ലസ് സി ആണ് വരുന്നത്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി തന്നെ 3 എലമെൻറ്റും ഇട്ടുകൊണ്ട് പുതിയ R1 നമുക്ക് വരുന്നു. നമുക്ക് ഈ എലമെൻ്റ് എന്ന് പറയുന്നത് പുതിയ R1 ഫസ്റ്റാണ്. ഇതാ പുതിയ R1 സെക്കൻഡ്, ഇത് പുതിയ R1 തേർഡ്. അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. പുതിയ R1 ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ പഴയ R1 ഫസ്റ്റും R2 ഫസ്റ്റും R3 ഫസ്റ്റും കൂട്ടുന്നു. പഴയ R1 ഫസ്റ്റും R2 ഫസ്റ്റും R3 ഫസ്റ്റും കൂട്ടുന്നു. ഇതാണല്ലോ നമ്മുടെ എ പ്ലസ് ബി പ്ലസ് സി. ഇനി പുതിയ R1 സെക്കൻഡ് കിട്ടാൻ, അതായത് ഇത് കിട്ടാൻ R1 സെക്കൻഡും പഴയ R1 സെക്കൻഡും R2 സെക്കൻഡും R3 സെക്കൻഡും കൂട്ടുന്നു. പഴയ R1 സെക്കൻഡും R2 സെക്കൻഡും R3 സെക്കൻഡും കൂട്ടുന്നു. അതായത് ഇത് മൂന്നും കൂടെ കൂട്ടുന്നു. എ പ്ലസ് ബി പ്ലസ് സി. ഇതിൻ്റെ പേര് പുതിയ R1 തേർഡെന്നാണ്. ഇതാണ് പുതിയ R1, ഇതാണ് പഴയ R1. പുതിയ R1 തേർഡ് കിട്ടാൻ പഴയ R1 തേർഡും R2 തേർഡും R3 തേർഡും കൂട്ടുന്നു. പഴയ R1 തേർഡും ഇത് R2 തേർഡും R3 തേർഡും കൂട്ടുന്നു. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി. ഇനി നമുക്ക് ഈ ഒരു ഡിറ്റർമെൻറ്റിൽ ഒരു റോയിൽ കോമായിട്ട് പുറത്തെടുക്കാനുണ്ടെങ്കിൽ എടുക്കാൻ നമ്മൾ പഠിച്ച് വെച്ച് എ പ്ലസ് ബി പ്ലസ് സി പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സൈഡിൽ ടേക്കിംഗ് എ പ്ലസ് ബി പ്ലസ് സി ഫ്രം R1 എന്ന് എഴുതുന്നു. ടേക്കിംഗ് എ പ്ലസ് ബി പ്ലസ് സി ഒരു ബ്രാക്കറ്റ് ഒറ്റ ടൈമാണെന്ന് കാണിക്കാൻ ഫ്രം R1. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1 1 1 2b b മൈനസ് സി മൈനസ് എ 2b 2c 2c c മൈനസ് എ മൈനസ് ബി എന്ന് വരുന്നു. ഇനി ഒരു ഇങ്ങനെ 1 1 1 വരുന്ന ഏത് പ്രോബ്ലവും റോയിൽ വന്നാലും കോളത്തിൽ വന്നാലും ഒരു 1 അവിടെ ഇട്ടച്ച് ബാക്കി 2 1 0 ആക്കുക എന്നുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 1 അവിടെ ഇട്ടിട്ട് ഇത് 2 0 ആക്കാം. ഇത് 0 ആകുമ്പോൾ പുതിയ C2 വരുന്നു. ഇത് 0 വരുമ്പോൾ പുതിയ C3 വരുന്നു. പുതിയ C2 കിട്ടാൻ പഴയ C2 മൈനസ് C1 ചെയ്യുന്നു. അതായത് പുതിയ C2 കിട്ടാൻ പഴയ C2 മൈനസ് C1 ചെയ്യുന്നു. ഇത് 0 ആക്കണം നമുക്ക്. അപ്പോൾ പുതിയ C3 കിട്ടാൻ പഴയ C3 മൈനസ് C1 ചെയ്യുന്നു. കാരണം ഈ എലമെൻറ്റ് 0 അപ്പോൾ നമ്മൾ ലക്ഷ്യം വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മാറ്റമില്ലാതെ ഇടുന്നത് ഈ 1 ആണ്. ഈ 1ൻ്റെ സഹായത്തോടെ മാത്രമേ ഇത് 2 0 ആവുകയുള്ളൂ. അപ്പോൾ പുതിയ C2 ഇവിടെ 0 ആകുമ്പോൾ പുതിയ C2 കിട്ടാൻ പഴയ C2 മൈനസ് C1. ഒപ്പം തന്നെ ഇവിടെ 0 ആകുമ്പോൾ പുതിയ C3 കിട്ടാൻ പഴയ C3 മൈനസ് C1. അത് രണ്ടും ഒന്നിച്ചെഴുതാം. എന്നിട്ട് എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു ഫസ്റ്റ് കോളത്തിന് മാറ്റമില്ല 1 2b 2c. ഇനി പുതിയ C2 കിട്ടാൻ പഴയ C2 മൈനസ് C1. അപ്പോൾ ഇവിടെ 0 കിട്ടുന്നു. അപ്പോൾ ഇത് മൈനസ് ഇതും വരുന്നു. b മൈനസ് സി മൈനസ് എ മൈനസ് 2b. അപ്പോൾ എന്ത് വരുന്നു? മൈനസ് ബി മൈനസ് സി മൈനസ് എ. അതായത് മൈനസ് എല്ലാ ടൈമിലും മൈനസ് പുറത്തെടുത്ത് എ പ്ലസ് ബി പ്ലസ് സി എന്ന് വേണമെങ്കിൽ എഴുതാം. പിന്നെ ഇതിൽ നിന്ന് ഇതും കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 0 കിട്ടുന്നു. ഇനി പുതിയ C3 കിട്ടാൻ പഴയ C3 മൈനസ് C1. അപ്പോൾ 1ൽ നിന്ന് 1 കുറയ്ക്കുന്നു. അപ്പോൾ 0 വരുന്നു. 2bയിൽ നിന്ന് 2b കുറയ്ക്കുന്നു. അപ്പോഴും 0 വരുന്നു. c മൈനസ് എ മൈനസ് ബിയിൽ നിന്ന് 2c കുറയ്ക്കുന്നു. അപ്പോൾ മൈനസ് സി മൈനസ് എ മൈനസ് ബി, അതായത് മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി. ഇനി നമുക്ക് സെക്കൻഡ് കോളത്തിൽ നിന്ന് മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി പുറത്തെടുക്കാം. തേർഡ് കോളത്തിൽ നിന്നും മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി പുറത്തെടുക്കാം.
നമ്മൾ ഒരേ സമയം 2 കോളത്തിൽ നിന്ന് എടുക്കാനുണ്ടെങ്കിൽ എടുക്കും. പക്ഷേ ഇങ്ങനെ കോളത്തിൽ നിന്ന് എടുക്കുമ്പോൾ റോയിൽ നിന്ന് ഒരിക്കലും എടുക്കാൻ പാടില്ല എന്ന് ഞാൻ പ്രോപ്പർട്ടീസ് വായിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ടേക്കിംഗ് മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി, എന്തിനാണ് മൈനസ് അവിടെ ഇടുന്നത്? അതുകൊണ്ടാണ് ഈ 3 ടേമിലും മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ഉണ്ട്, ഈ 3 ടേമിലും മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ഉണ്ട്. സീറോയിൽ എന്തും ഉണ്ടല്ലോ. അപ്പോൾ ടേക്കിംഗ് മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ഫ്രം C2 ആൻഡ് C3. ഇവിടെ നേരത്തെ ഉള്ള എ പ്ലസ് ബി പ്ലസ് സി എഴുതിയിട്ട് മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി C2വിൽ നിന്ന് എടുക്കുന്നത് പുറത്തെഴുതുക, C3യിൽ നിന്ന് എടുക്കുന്നതും പുറത്തെഴുതുക. മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു ഡിറ്റർമിനൻറ്റ്. ഫസ്റ്റ് കോളത്തിൽ നിന്ന് ഒന്നും എടുത്തില്ല, 1 2b 2c. സെക്കൻഡ് കോളത്തിൽ നിന്ന് 0 1 0. തേർഡ് കോളത്തിൽ നിന്ന് 0 0 1. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ചെറിയ എക്സ്പാൻഷനാണ്, എക്സ്പാൻഡിങ് എലോങ് R1. കാരണം ഒരു 1 ഇട്ടച്ച് ബാക്കി 2 കാര്യങ്ങൾ 0 വരുന്ന സ്ഥലത്താണ് എക്സ്പാൻഷൻ നടക്കുകയുള്ളൂ. എക്സ്പാൻഡിങ് എലോങ് R1, എക്സ്പാൻഡിങ് എലോങ് R1. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഹോൾ ക്യൂബ് വന്നു, ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1 0 0 2b 1 0 2c 0 1 വന്നു. എക്സ്പാൻഡിങ് എലോങ് R1. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഹോൾ ക്യൂബ് ഇൻറ്റു സെറ്റ് ബ്രാക്കറ്റിലാണ് എക്സ്പാൻഷൻ ചെയ്യുന്നത്. നിങ്ങൾ എക്സ്പാൻഷൻ ഓർക്കുമ്പോഴായിരിക്കും 1 ഇൻറ്റു 1 ഉൾപ്പെട്ട റോയും കോളവും മാറ്റി കഴിയുമ്പോൾ ഡിറ്റർമിനൻറ്റ് 1 0 0 1 മൈനസ് 0 ഇൻറ്റു ഒരു ഡിറ്റർമിനൻറ്റ് വരും, പ്ലസ് 0 ഇൻറ്റു ഒരു ഡിറ്റർമിനൻറ്റ് വരും. ഈ 0 ഇൻറ്റു ഇട്ട് വെച്ചൊരു ഡിറ്റർമിനൻറ്റ് ഇപ്പോൾ എഴുതേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് എഴുതിയില്ല. ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു 1 ഉൾപ്പെട്ട റോകോളം മാറ്റിയിട്ടുള്ള ഡിറ്റർമിനൻറ്റ് 1 0 0 1 മൈനസ് 0 ഇൻറ്റു ഒരു ഡിറ്റർമിനൻറ്റ് പ്ലസ് 0 ഇൻറ്റു ഒരു ഡിറ്റർമിനൻറ്റ്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഹോൾ ക്യൂബ് ഇൻറ്റു 1 ഇൻറ്റു ഇത് 1 മൈനസ് 0. അങ്ങനെ ഫൈനൽ ആൻസർ എ പ്ലസ് ബി പ്ലസ് സി ഹോൾ ക്യൂബ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് കണക്ക് ചെയ്യേണ്ടത്. ഡിറ്റർമിനൻറ്റ് എഴുതി ഇങ്ങനെ നോക്കിയപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി, ഇവിടെയും എ പ്ലസ് ബി പ്ലസ് സി, ഇവിടെയും എ പ്ലസ് ബി പ്ലസ് സി. നിങ്ങൾക്ക് മനസ്സിലായി ഇതെവിടുത്തെ ഫസ്റ്റ്, ഇതെവിടുത്തെ ഫസ്റ്റ്, ഇതെവിടുത്തെ ഫസ്റ്റ്, R1ലെ ഫസ്റ്റ്, R2ലെ ഫസ്റ്റ്, R3ലെ ഫസ്റ്റ്. അവ തമ്മിൽ കൂട്ടുമ്പോൾ പുതിയ R1 കിട്ടുന്നു എന്ന രീതിയിൽ എഴുതിയിട്ട് പുതിയ R1 നമ്മൾ കണ്ടുപിടിച്ചു. R2ഉം R3യും പഴയത് തന്നെ. ഇനി ടേക്കിംഗ് എ പ്ലസ് ബി പ്ലസ് സി ഫ്രം R1. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1 1 1 2b b മൈനസ് സി മൈനസ് എ 2b 2c 2c c മൈനസ് എ മൈനസ് ബി എന്ന് എഴുതാം. ഇങ്ങനെ 1 വരുന്ന ഒരു ഏതൊരു പ്രോബ്ലത്തിലും ഒരു ഫസ്റ്റ് റോയിൽ വന്നാലും ഫസ്റ്റ് കോളത്തിൽ വന്നാലും ഒരു 1 ഇട്ടച്ച് ബാക്കി 2 1 0 ആക്കുന്നു. അപ്പോൾ ഇവിടെ 0 ആകുന്നത് ഇത് തമ്മിൽ കുറച്ചിട്ടാണ്. പുതിയ C2 ആണ് അപ്പോൾ വരുന്നത്. പുതിയ C2 മൈനസ് C1. ഇത് 0 ആകുമ്പോൾ പുതിയ C3 മൈനസ് C1. ഈ 2 ഓപ്പറേഷൻസ് ഒപ്പം എഴുതിക്കൊണ്ട് നമ്മളത് ചെയ്യുന്നു. പുതിയ C2 മൈനസ് C1, പുതിയ C3 മൈനസ് C1 എന്ന് പറയുമ്പോൾ ഈ C1 മാറ്റമില്ല, അതങ്ങോട്ട് എഴുതി വയ്ക്കുന്നു. പുതിയ C2 നമ്മൾ കണ്ടുപിടിക്കുന്നു. C2 മൈനസ് C1 വെച്ച് ഇതാ മൈനസ് ഇതാ മൈനസ് ഇത് വെച്ച് കണ്ടുപിടിക്കുന്നു. പുതിയ C3 നമ്മൾ കണ്ടുപിടിക്കുന്നു. C3 മൈനസ് C1 വെച്ച് ഇത് 2b മൈനസ് 2b c മൈനസ് എ മൈനസ് ബി മൈനസ് 2c. അങ്ങനെ ഇനി ടേക്ക് മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ഫ്രം C2 ആൻഡ് C3. അത് പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് ബാക്കി വരുന്ന ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇതാ R1. അങ്ങനെ നമ്മൾ സെറ്റിൻ്റെ ബ്രാക്കറ്റിൽ ആ ചെറിയ എക്സ്പാൻഷൻ ചെയ്ത് നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നു. ഇനി അതിൻ്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്നാ നോക്കാം. എക്സാമിൻ ദി കൺസിസ്റ്റൻസി ഓഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 5x പ്ലസ് 3y ഈസ് ഇക്വൽ ടു 5 ആൻഡ് 2x പ്ലസ് 6y ഈസ് ഇക്വൽ ടു 8. കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനാണ് 2 സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എക്സ് ഈസ് ഇക്വൽ ടു ബി എന്ന് നമ്മൾ എഴുതുന്നത്? മെട്രിക്സ് 5 3 2 6 ഇൻറ്റു കോളം മെട്രിക്സ് XY സമം കോളം മെട്രിക്സ് 5 8 എന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ചെയ്ത് നോക്കാം. ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഡിറ്റർമിനൻറ്റ് 5 3 2 6 ആണ്. IR 30 മൈനസ് 6 24 നോട്ട് ഈക്വൽ ടു 0. ഡിറ്റർമിനൻറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 വന്നാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 വന്നാൽ യുണീക്ക് സൊല്യൂഷൻ ഉള്ളപ്പോൾ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ്. അപ്പോൾ എക്സാമിൻ്റെ കൺസിസ്റ്റൻസി എന്ന് വയ്ക്കുമ്പോൾ ഒന്നിലെ കൺസിസ്റ്റൻ്റ് എന്ന് കിട്ടുക, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് എന്ന് കിട്ടുക, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ഓർ ഇൻകൺസിസ്റ്റൻ്റ് എന്നെഴുതുക. അപ്പോൾ ഈ കണക്ക് ഇങ്ങനെ കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് എന്ന് കിട്ടി. 2ൻ്റെ പാർട്ട് പ്രൂവ് ദ ഡിറ്റർമിനൻറ്റ് 1x x ക്യൂബ് 1y y ക്യൂബ് 1z z ക്യൂബ് ഈസ് ഇക്വൽ ടു x പ്ലസ് y പ്ലസ് z ഇൻറ്റു എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ മൈനസ് z ഇൻറ്റു z മൈനസ് എക്സ്. ഈ കണക്കുകളൊക്കെ എളുപ്പമാണ്, ഇതെടുത്ത് എഴുതി. ഇനി ഒരു 1 ഇട്ടച്ച് ബാക്കി 2 1 0 ആക്കണം എന്നുള്ള പരിപാടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വന്നാൽ ഇപ്പോൾ ഒരു 1 ഇട്ടച്ച് ബാക്കി 2 1 0 ആക്കുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ
ഈ വൺ അവിടെ ഇടുവാണ്. ഇതും 0 ആക്കുമ്പോൾ നമുക്ക് പുതിയ R2ഉം പുതിയ R3യുമാണ് വരുന്നത്. പുതിയ R2 ഇത് 0 വരുമ്പോൾ പുതിയ C1 അല്ല വന്നെ, കാരണം ഈ 1ന് മാറ്റമില്ല. അപ്പോൾ ഇത് 0 വരുമ്പോൾ പുതിയ R2 വരുന്നു. പിന്നെ ഇത് 0 വരുമ്പോൾ പുതിയ R3 വരുന്നു. പുതിയ R2 പഴയ R2 മൈനസ് R1 ആണ്. പുതിയ R2 ഉണ്ടാകുന്നത് R2 മൈനസ് R1 ചെയ്യുമ്പോഴാണ്. പുതിയ R3 ഇവിടെ 0 വരുന്നത് R3 മൈനസ് R1 ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഫസ്റ്റ് റോ 1x³ ആണ്. പുതിയ R2 മൈനസ് R1. അപ്പോൾ എന്നാ ഒരു 0. ഇത് ചെയ്യുമ്പോൾ y മൈനസ് x, ഇത് ചെയ്യുമ്പോൾ y³ മൈനസ് x³. അങ്ങനെ പുതിയ R2 വരുന്നു. ഇനി പുതിയ R3 മൈനസ് R1 മാറ്റമില്ലാത്തതാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ 1 മൈനസ് 1 ചെയ്ത് 0, z മൈനസ് x ചെയ്ത് z മൈനസ് x, z³ മൈനസ് s³ ചെയ്ത് z³ മൈനസ് s³ എന്ന് വരുന്നു. ഇനി നമ്മളെപ്പോഴും മാറ്റമില്ലാത്തതാണ് എപ്പോഴും കുറയ്ക്കേണ്ടത്. ഇനി 1x³ 0 y മൈനസ് x, ഇത് a³ മൈനസ് b³ എന്ന ഫോർമുലയാണ്. a³ മൈനസ് b³ സമം a മൈനസ് b ഇൻറ്റു a² പ്ലസ് ab പ്ലസ് b² എന്ന ഫോർമുല നിങ്ങളുടെ മനസ്സിൽ വേണം. a³ മൈനസ് b³ എന്താണ്? a മൈനസ് b ഇൻറ്റു a² പ്ലസ് ab പ്ലസ് b². ഇത് മുഴുവൻ പോസിറ്റീവാണ്, ഇവിടെ മാത്രം നെഗറ്റീവ്. a³ മൈനസ് b³ ഇവിടെ മാത്രം മൈനസ്. അപ്പോൾ y³ മൈനസ് s³ എന്താണ്? y മൈനസ് എക്സ് ഇൻറ്റു y² പ്ലസ് yx പ്ലസ് s². z³ മൈനസ് s³ എന്താണ്? z മൈനസ് എക്സ് ഇൻറ്റു z² പ്ലസ് zx പ്ലസ് x². അങ്ങനെ എഴുതുക. ഇതെന്തിനാ എഴുതിയെന്ന് വെച്ചാൽ നമുക്ക് സെക്കൻഡ് റോയിൽ നിന്ന് y മൈനസ് എക്സ് പുറത്തെടുക്കാം, തേർഡ് റോയിൽ നിന്ന് z മൈനസ് എക്സും പുറത്തെടുക്കാം. ടേക്കിംഗ് y മൈനസ് എക്സ് ഫ്രോം R2 ആൻഡ് z മൈനസ് എക്സ് ഫ്രോം R3. കണ്ടോ, ഇതിന് ബ്രാക്കറ്റ് ഇടേണ്ട ഒറ്റ ടേമാണ് കാണിക്കാൻ. അപ്പോൾ y മൈനസ് എക്സും z മൈനസ് എക്സും പുറത്തേക്ക് വന്നു. ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് റോയിൽ നിന്ന് ഒന്നും എടുത്തില്ല, 1x³ സെക്കൻഡ് റോയിൽ നിന്ന് y മൈനസ് എക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 0 1 y² പ്ലസ് yx പ്ലസ് x². തേർഡ് റോയിൽ നിന്ന് z മൈനസ് എക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 0 1 z² പ്ലസ് zx പ്ലസ് x². ഇനി എക്സ്പാൻഡിങ് അലോങ് C1 ആണ്. എക്സ്പാൻഡിങ് അലോങ് C1. എക്സ്പാൻഡിങ് അലോങ് C1 ചെയ്യുക ഒരു സെറ്റ് ബ്രാക്കറ്റിൽ. അതാണ് നമ്മുടെ കണക്ക്. നമുക്ക് തീർക്കെടുക്കാം. y മൈനസ് എക്സ് ഇൻറ്റു z മൈനസ് എക്സ് ഇൻറ്റു 1 ഇൻറ്റു 1 ഉൾപ്പെട്ട റോയും കോളവും മാറ്റി കഴിയുമ്പോൾ ഡിറ്റർമിനൻറ്റ് 1 y² പ്ലസ് yx പ്ലസ് s², 1 z² പ്ലസ് zx പ്ലസ് s² മൈനസ് 0 ഇൻറ്റു ഒരു ഡിറ്റർമിനൻറ്റ് പ്ലസ് 0 ഇൻറ്റു ഒരു ഡിറ്റർമിനൻറ്റ്. y മൈനസ് എക്സ് ഇൻറ്റു z മൈനസ് എക്സ് ഇൻറ്റു ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ z² പ്ലസ് zx പ്ലസ് s². ഇപ്പോൾ തമ്മിൽ ഗുണിച്ചിട്ട് കുറയ്ക്കുമ്പോൾ മൈനസ് y² മൈനസ് yx മൈനസ് s². y മൈനസ് എക്സ് ഇൻറ്റു z മൈനസ് എക്സ് ഇൻറ്റു z² പ്ലസ് zx, പിന്നെ s² വെട്ടിപ്പോയി, മൈനസ് y² മൈനസ് yx. y മൈനസ് എക്സ് ഇൻറ്റു z മൈനസ് എക്സ് ഇൻറ്റു നിങ്ങൾക്കറിയാം ഈ 4 ടേമിൽ z² മൈനസ് y² ഗ്രൂപ്പ് ആക്കുന്നു, പ്ലസ് zx മൈനസ് yx. y മൈനസ് എക്സ് ഇൻറ്റു z മൈനസ് എക്സ് ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇത് z പ്ലസ് y ഇൻറ്റു z മൈനസ് y. ഇത് x പുറത്തെടുത്താൽ പ്ലസ് കഴിഞ്ഞിട്ട് x പുറത്തെടുത്താൽ z മൈനസ് y. y മൈനസ് എക്സ് ഇൻറ്റു z മൈനസ് എക്സ് ഇൻറ്റു ഈ സ്ക്വയർ ബ്രാക്കറ്റിലെ 2 ടേംസ് കൂട്ടാനുള്ളതിൽ 2ലുള്ള z മൈനസ് y പുറത്തെടുക്കുമ്പോൾ ബ്രാക്കറ്റിൽ വരുന്നത് z പ്ലസ് y പ്ലസ് എക്സ് ആണ്. z പ്ലസ് y പ്ലസ് എക്സ് ആണ്. 2 ടേമിന് സ്ക്വയർ ബ്രാക്കറ്റിൽ തന്നെ 2 ടേമുണ്ട്. 2 ടേമിൽ z മൈനസ് y ഉണ്ട്. അത് പുറത്തേക്ക് എടുക്കുമ്പോൾ ആ കൂടെ വരുന്ന z പ്ലസ് y പ്ലസ് എക്സ് ആണ്. y മൈനസ് എക്സ് ഇൻറ്റു z മൈനസ് എക്സ് ഇൻറ്റു z മൈനസ് y ഇൻറ്റു പിന്നെ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് വരുന്നു. ഈ ആൻസറാണ് അവർ തന്നേക്കണേ. പക്ഷേ അവർ ഓർഡർ മാറ്റി തന്നേക്കണേ. ആദ്യം എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്, പിന്നെ അവർ തന്നേക്കണത് അവർ ആൻസർ വന്നിട്ടുണ്ട് എക്സ് മൈനസ് വൈ, വൈ മൈനസ് ഇസഡ്, ഇസഡ് മൈനസ് എക്സ് എന്നാണ്. നമുക്ക് എക്സ് മൈനസ് വൈ അല്ല, ഇതിനെ തിരിച്ച് എക്സ് മൈനസ് വൈ എന്നാക്കുമ്പോൾ ഒരു മൈനസ് പുറത്ത് വരും. ഇതിനെ തിരിച്ച് വൈ മൈനസ് ഇസഡ് എന്നാക്കുമ്പോൾ അവിടെയും ഒരു മൈനസ് പുറത്ത് വരും. അപ്പോൾ ഇവിടെ പുറത്ത് വന്ന മൈനസും ഇവിടെ പുറത്ത് വന്ന മൈനസും കൂടെ ഗുണിക്കുമ്പോൾ പോസിറ്റീവ് ആയിക്കോളും. ഇസഡ് മൈനസ് എക്സ് ഇതിനൊട്ടും മാറ്റവും ഇല്ല. അപ്പോൾ ഇത് തിരിക്കുമ്പോൾ ഒരു മൈനസ് പുറത്ത് വരുന്നുണ്ട്, ഇത് തിരിക്കുമ്പോൾ ഒരു മൈനസ് പുറത്ത് വരുന്നുണ്ട്. ആ പുറത്ത് വന്ന 2 മൈനസ് ഗുണിക്കുമ്പോൾ പോസിറ്റീവ് ആയിക്കോളും. ഇത് തിരിക്കുന്നുമില്ല. അങ്ങനെ നമ്മുടെ ഫൈനൽ ആൻസർ എസ് പ്ലസ് വൈ പ്ലസ് ഇസഡ് പ്ലസ് എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് എന്ന് വരുവാണ് ചെയ്യുന്നത്.
നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരു 1 ഇട്ട് വെച്ച് ഇങ്ങനെ 1 1 1 വന്ന കണക്കുകളെല്ലാം ഒരു 1 ഇട്ട് വെച്ച് ബാക്കി 2 1 0 ആക്കുന്നു. ഇങ്ങനെ 2 1കൾ 0 വരുമ്പോൾ പുതിയ R2 ഉണ്ടാകുന്നു, പുതിയ R3 ഉണ്ടാകുന്നു. പുതിയ R2 മൈനസ് R1 പുതിയ R3 മൈനസ് R1 ആണ് ഇവിടെ ചെയ്യേണ്ടത്. ഫസ്റ്റ് റോയ്ക്ക് മാറ്റമില്ല. 1x³ പുതിയ R2 ഇതുണ്ടാകുമ്പോൾ 1 മൈനസ് 1 0 y മൈനസ് എക്സ് y³ മൈനസ് x³ പുതിയ R3 മൈനസ് R1 ചെയ്യുമ്പോൾ 1 മൈനസ് 1 0 z മൈനസ് എക്സ് z³ മൈനസ് x³. അപ്പോൾ ഡിറ്റർമിനൻറ്റ് 1x³ 0 y മൈനസ് എക്സ് a³ മൈനസ് b³ a മൈനസ് b ഇൻറ്റു a സ്ക്വയർ പ്ലസ് ab പ്ലസ് b സ്ക്വയർ വെച്ച് തിരിക്കുമ്പോൾ y മൈനസ് എക്സ് ഇൻറ്റു y സ്ക്വയർ പ്ലസ് yx പ്ലസ് എക്സ് സ്ക്വയർ 0 z മൈനസ് എക്സ് z³ മൈനസ് x³ തിരിക്കുമ്പോൾ z മൈനസ് എക്സ് ഇൻറ്റു z സ്ക്വയർ പ്ലസ് zx പ്ലസ് എക്സ് സ്ക്വയർ. നിങ്ങൾക്കറിയാം പുതിയ R2വിൽ നിന്ന് ടേക്കിംഗ് y മൈനസ് എക്സ് ആൻഡ് ഫ്രം R3 ടേക്കിംഗ് z മൈനസ് എക്സ്. അങ്ങനെ നമ്മൾ y മൈനസ് എക്സ് ഇൻറ്റു z മൈനസ് എക്സ് പുറത്തെടുക്കുന്നു. ഫസ്റ്റ് റോയിൽ നിന്ന് ഒന്നും എടുത്തിട്ടില്ല. 1x³ എന്ന ഡിറ്റർമെൻറ്റിൽ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ. സെക്കൻഡ് റോയിൽ നിന്ന് 0 1 y സ്ക്വയർ പ്ലസ് yx പ്ലസ് എക്സ് സ്ക്വയർ. തേർഡ് റോയിൽ നിന്ന് z മൈനസ് എക്സ് എടുത്തതാണ്. അപ്പോൾ 0 1 z സ്ക്വയർ പ്ലസ് zx പ്ലസ് എക്സ് സ്ക്വയർ. ഇനി എക്സ്പാൻഡിങ് അലോങ് C1 ചെയ്യുന്നു. അപ്പോൾ y മൈനസ് എക്സ് ഇൻറ്റു z മൈനസ് എക്സ് ഇൻറ്റു സെറ്റ് ബ്രാക്കറ്റിൽ 1 ഇൻറ്റു 1 ഉൾപ്പെട്ട റോകളും മാറ്റുമ്പോൾ ഡിറ്റർമിനൻറ്റ് 1 y സ്ക്വയർ പ്ലസ് yx പ്ലസ് എക്സ് സ്ക്വയർ z സ്ക്വയർ പ്ലസ് zx പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 0 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് പ്ലസ് 0 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് സെറ്റ് ബ്രാക്കറ്റിൽ y മൈനസ് എക്സ് ഇൻറ്റു z മൈനസ് എക്സ് ഇൻറ്റു ഇവ തമ്മിൽ ഗുണിക്കുമ്പോൾ ഇത് കിട്ടുന്നു മൈനസ് ഇവ തമ്മിൽ ഗുണിക്കുമ്പോൾ എല്ലാ ടേമും മൈനസ് ആകുന്നു. y മൈനസ് എക്സ് ഇൻറ്റു z മൈനസ് എക്സ് ഇൻറ്റു z സ്ക്വയർ പ്ലസ് zx മൈനസ് y സ്ക്വയർ മൈനസ് yx ഉള്ളൂ. എസ് സ്ക്വയറും മൈനസ് എസ് സ്ക്വയറും വെട്ടിപ്പോകുന്നു. y മൈനസ് എക്സ് ഇൻറ്റു z മൈനസ് എക്സ് ഇൻറ്റു z സ്ക്വയർ മൈനസ് y സ്ക്വയർ ഗ്രൂപ്പ് ആക്കുന്നു പ്ലസ് zx മൈനസ് ys ഗ്രൂപ്പ് ആക്കുന്നു. y മൈനസ് എക്സ് ഇൻറ്റു z മൈനസ് എക്സ് ഇൻറ്റു ഇതിനെ z പ്ലസ് y ഇൻറ്റു z മൈനസ് y എഴുതുന്നു പ്ലസ് എക്സ് പുറത്തെടുത്ത് z മൈനസ് y എഴുതുന്നു. y മൈനസ് എക്സ് ഇൻറ്റു z മൈനസ് എക്സ് ഇൻറ്റു ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഈ രണ്ട് ടൈം കൂട്ടുവാണ്. ഈ രണ്ട് ടൈമിലും കോമൺ ആയിട്ട് z മൈനസ് y ഉണ്ടത് പുറത്തേക്ക് എടുക്കുമ്പോൾ z പ്ലസ് y പ്ലസ് എക്സ് വരുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ ഇങ്ങനെ 4 ടൈം ഗുണിക്കുന്നതായിട്ട് വരുന്നു. പക്ഷേ നമ്മുടെ ഫൈനൽ ആൻസറിൽ അവർ തന്നിരിക്കുന്ന x പ്ലസ് വൈ പ്ലസ് z ആദ്യം ഈ ടൈമിനെ നമ്മൾ x പ്ലസ് വൈ പ്ലസ് z എഴുതുന്നു. പിന്നെ ഇത് മൈനസ് പുറത്തെടുത്ത് x മൈനസ് y കൊണ്ടുവരുന്നു. ഇത് മൈനസ് പുറത്തെടുത്ത് y മൈനസ് z കൊണ്ടുവരുന്നു. ഇതിന് മാറ്റമൊന്നും ഇല്ല. അപ്പോൾ രണ്ടിടത്തുനിന്നും മൈനസ് പുറത്തു വന്ന് പരസ്പരം ഗുണിച്ച് പോസിറ്റീവ് ആവുന്നു. ഒറ്റ കണക്കോടെ പറഞ്ഞ് നിർത്തിക്കോളാം. ബി പാർട്ട് പ്രൂവ് ദാറ്റ് ഡിറ്റർമിനൻറ്റ് 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ ഈക്വൽ ടു 4 ഫാക്ടോറിയൽ. ആ ഡിറ്റർമിനൻറ്റ് പ്രോപ്പർട്ടി ഒന്നും ചെയ്യണ്ട. ചുമ്മാ അങ്ങോട്ട് എക്സ്പാൻഷൻ ചെയ്ത് നമുക്ക് 24 എത്താൻ പറ്റും. അപ്പോൾ ഇത് 4 ഫാക്ടോറിയൽ എന്ന് എഴുതി RHS എഴുതുന്നേ ഉള്ളൂ. LHS ഇതായിരുന്നു നമ്മുടെ ഡിറ്റർമിനൻറ്റ്. നിങ്ങൾക്കറിയാലോ ഡിറ്റർമിനൻറ്റ് 1 ഫാക്ടോറിയൽ 1 ആണ്, 2 ഫാക്ടോറിയൽ 2 ആണ്, 3 ഫാക്ടോറിയൽ 6 ആണ്. 1 × 2 × 3 ആണല്ലോ 3 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ 2 ഇത് 6. ഇത് 1 × 2 × 3 × 4 വന്നിട്ട് 24. ഇത് 6 ഇത് 24. ഇത് 1 × 2 × 3 × 4 × 5 വന്നിട്ട് 120. ഇനി നമ്മൾ ചുമ്മാ എക്സ്പാൻഡിങ് എല്ലാം R1 അങ്ങ് ചെയ്യുന്നു. 1 × 1 ഉൾപ്പെട്ട റോയും കോളവും മാറ്റി കഴിയുമ്പോൾ ഡിറ്റർമിനൻറ്റ് 6 24 24 120 മൈനസ് 2 ഇൻറ്റു മൈനസ് 2 ഉൾപ്പെട്ട റോയും കോളവും മാറ്റി കഴിയുമ്പോൾ മൈനസ് കഴിഞ്ഞിട്ടാണോ ഫസ്റ്റ് റോയിലെ അടുത്ത എലമെൻറ്റ് 2 ഇൻറ്റു ആ 2 ഉൾപ്പെട്ട റോയും കോളവും മാറ്റി കഴിയുമ്പോൾ ഡിറ്റർമിനൻറ്റ് 2 24 6 120 പ്ലസ് 6 ഇൻറ്റു 6 ഉൾപ്പെട്ട റോയും കോളവും മാറ്റി കഴിയുമ്പോൾ ഡിറ്റർമിനൻറ്റ് 2 6 6 24. അപ്പോൾ 720 മൈനസ് 576 മൈനസ് 2 ഇൻറ്റു 240 മൈനസ് 144 പ്ലസ് 6 ഇൻറ്റു 48 മൈനസ് 36. 720 മൈനസ് 576 മൈനസ് 2 ഇൻറ്റു 96 പ്ലസ് 6 ഇൻറ്റു 12. അങ്ങനെ ചെയ്ത് 24 വരും. 24 എന്ന് പറയുന്നത് 4 ഫാക്ടോറിയലാണ്. 1 × 2 × 3 × 4 അങ്ങനെ RHSലെത്താൻ പറ്റും. ഞാൻ ആകെപ്പാടെ 1 2 പ്രോബ്ലം ചെയ്യിച്ചിട്ടുള്ളൂ. നമുക്ക് കുറേ കണക്കുകളുണ്ട് ഈ പാഠത്തിൽ. 3 4 5 6 7 8 കണക്കുണ്ട്. 2 കണക്കല്ലേ നമ്മളായിട്ടുള്ളൂ. അപ്പോൾ 2 കണക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുത്തിട്ട് പഠിച്ച് വൈകുന്നേരത്തെ പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ടൈപ്പ് കണക്കുകൾ മാത്രമേ ഉള്ളൂ. എല്ലാം പ്രോപ്പർട്ടി 3ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കണില്ലേ, പ്രോപ്പർട്ടി വെച്ച് കണക്ക് ചെയ്ത് ഈ ആൻസർ കൊണ്ടുവരിക, അത്രയേ ഉള്ളൂ. നമ്മൾ ആ പ്രോപ്പർട്ടി ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കും.
പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഈ ഡിറ്റർമിൻ്റെ പാഠത്തിൽ റോ വെച്ചും ഓപ്പറേഷനുണ്ട്, ഒരേ കണക്കിൽ തന്നെ കോളം വെച്ചും ഓപ്പറേഷനുണ്ട്, ഒരു കണക്കിൽ രണ്ട് വെച്ചുമുണ്ട്, റോ വെച്ചുമുണ്ട് കോളം വെച്ചുമുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം ഒരു മെട്രിക്സ് എന്ന പടം പഠിച്ചില്ലേ, എലമെൻ്ററി ഓപ്പറേഷൻ വെച്ച് ഇൻവേഴ്സ് കാണാൻ, അത് റോ ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ, അതിനകത്ത് കോളം വെച്ചുള്ള ഒറ്റ കണക്കുകളും ഇല്ല. വൈകുന്നേരത്തെ പരീക്ഷ എഴുതുക.